4. കൈക്കൂലി മഹാത്മ്യം. കണ്ണാടിപ്പുഴയിൽ നിന്ന് അതിരാവിലെ തിരിച്ചു. എന്നാലേ സാബുവിനെ കണ്ട് മടങ്ങിയെത്താനാകൂ. അവനെ കാണണം. കാലും നെഞ്ചും തകർന്ന് കട്ടിലിൽ മലർന്നു കിടക്കുമ്പോൾ തോമസിന് അവൻ വായ്പ കൊടുത്തു. പലിശ വാങ്ങാൻ മടി കാണിച്ചു. ഇന്ന് അവനെ കണ്ടേ മതിയാകൂ. കൈക്കൂലി കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജോലി പോയ അവനെ കാണാൻ തോമസ് ചെന്നു. തുറന്ന വാതിലിനു പിന്നിൽ നിന്ന് അവൻ്റെ ഭാര്യ ചോദിച്ചു, തോമസോ, വരൂ, ഇരിക്കൂ. തോമസ് കടന്നിരുന്നു. ഓരോ മാസവും വാങ്ങുന്ന ശമ്പളം പെട്ടെന്ന് നിന്നാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തോർത്ത് പതുപതുത്ത സെറ്റിയിൽ അമരവേ അലസമട്ടിൽ ആടി അവൻ്റെ വേഷം വന്നു. കുറച്ചായല്ലോ നിന്നെ കണ്ടിട്ട്. തോമസ് ഒന്നുകൂടി അമർന്നിരുന്നു. മനഃപൂർവമല്ലെങ്കിലും മാർക്സിയൻ ദർശനം പഠിച്ച അവൻ്റെ അച്ഛനെ ഓർത്തു. സാബുവിന് പണം വല്ലതും കൊടുക്കേണ്ടി വരുമോ എന്ന പേടി കൊണ്ടാവാം അവൻ പറഞ്ഞതെല്ലാം തോമസ് കേട്ടു. മൂളി മൂളി ഉച്ചയായി. അവൻ പറഞ്ഞു, നമുക്ക് ഒന്ന് ചുറ്റി വരാം. ചുറ്റാം. നല്ല വെയിൽ. അവർ ഒരുമിച്ചിറങ്ങി. സാബു ഇപ്പോൾ വേദാന്തം പഠിക്കാൻ ശ്രമിക്കുന്നുവെന്നും പഠനം ഏകദേശം പരിപൂർണമായി എന്നും മനുഷ്യരാരും പഠന താല്പര്യം കാണിക്കുന്നില്ല എന്നും തലേന്ന് ഊണ് മന്ത്രിയുടെ കൂടെ ആയിരുന്നു, അതിനാൽ ഹാങ് ഓവർ എന്നും സംഭാഷണം തവിടുപൊടിച്ചു. കാർ എടുക്കേണ്ട എന്ന് അവൻ ആദ്യം പറഞ്ഞു. അതിൻ്റെ കാരണം അടുത്ത ബാറ് കണ്ടപ്പോൾ മനസ്സിലായി. അവൻ ചോദിച്ചു, കേറാമല്ലേ? ശമ്പളം വാങ്ങുന്നവനെങ്കിലും പോക്കറ്റിനെ കുറിച്ച് ആധിയോടെ ഓർത്ത് തോമസ് പറഞ്ഞു, കേറിക്കളയാം. അവൻ ബിയർ മാത്രമേ കഴിക്കൂ. ആൽക്കഹോൾ ആരോഗ്യത്തിന് ഹാനികരമാണ്. ബിയറിൽ ആൽക്കഹോൾ കുറച്ചേ ഉള്ളൂ. ബിയർ ഏറെ കഴിച്ചാൽ നല്ലോണം മുള്ളാം എന്ന ഫലിതത്തിൽ ചിരിക്കുക പോലും ചെയ്ത് പോക്കറ്റിൽ പൊത്തിപ്പിടിച്ച ബലഹീനമായ കൈയുമായി ഇരുന്ന് മദ്യപാനം തുടങ്ങി. അവൻ 3 കുപ്പി മുന്തിയ ബിയർ വിട്ടു. ഞാൻ സാധാരണ മദ്യം 4 പെഗും. ആദ്യമായാണ് എന്ന് തോന്നുന്നു അത്രയും കശുവണ്ടി ഒരുമിച്ച് തിന്നുന്നത്. വാസ്തവം പറയണമല്ലോ, അവസാനം ബാറിലെ ബില്ല് അവൻ കൊടുത്തു. തീവണ്ടിക്കുള്ള ടിക്കറ്റും എടുത്തു തന്നു. ഇന്ത്യൻ റെയിൽവേ വളരെ സ്ലോ എന്നും ഇന്ത്യൻ മദ്യം വളരെ ഫാസ്റ്റ് എന്നും വളരെ മുൻപേ അറിയേണ്ട കാര്യങ്ങൾ അവൻ പറഞ്ഞു തരുന്നത് കേട്ട് വേച്ചു വേച്ചു നടക്കവേ അവൻ കൈക്കൂലി വാങ്ങാതെ പിടിക്കപ്പെട്ട കാര്യമോർത്ത് എനിക്ക് ശരിക്കും സങ്കടം വന്നു. ഏതോ തിരിവിൽ വെച്ച് പെട്ടെന്ന് കൈക്കൂലി വാങ്ങിയിട്ടേയില്ലാത്ത അവൻ്റെ അച്ഛനെയും ഓർത്തു. അല്പം മദ്യം ബോധത്തെ തെളിയിക്കും. അവൻ പാണ്ഡിത്യം തെളിയിച്ചത് എന്നെ ചിരിപ്പിച്ചു. ബോധം തെളിയുമ്പോഴാണല്ലോ വെളിവ് ഇല്ലാതെയാവുന്നത്. പിന്നെ തീവണ്ടി പാഞ്ഞു പോവുകയായിരുന്നു. പാഞ്ഞു പോകുന്ന ചിന്തകളായിരുന്നു. കൈക്കൂലി ഉണ്ടെങ്കിൽ നല്ല മദ്യമാകാം. മദ്യത്തിൻ്റെ സുഖം ഓർത്ത് മതിക്കവേ ഇറങ്ങേണ്ടിടത്ത് തീവണ്ടി നിർത്തി തന്നു. ഞാൻ ഇവിടെ ഇറങ്ങുന്നു. ഇല്ല, കൈക്കൂലി കിട്ടുന്ന ജോലി ഇന്ത്യയിൽ എവിടെ തരപ്പെടുത്താനാകും എന്നോർത്ത് എൻ്റെ ചിന്തകൾ യാത്ര പോകുന്നു. കൈക്കൂലിയിൽ പാപം പുരണ്ടിട്ടുണ്ടോ? പാരമ്പര്യത്തിന് വല്ല അർത്ഥവും ഉണ്ടോ? വലിയ ജന്മങ്ങൾ ആരുടെ കൈക്കൂലിയാണ്? കൈക്കൂലിയാണോ പാരമ്പര്യം? വേച്ചു പോകുന്ന 2 പാളങ്ങളിൽ കൂടി എൻ്റെ ജീവിതം പാഞ്ഞു പോകുന്നു. ദൈവമേ, ഈ നശിച്ച ശമ്പളം കളഞ്ഞ്
കൈക്കൂലി കിട്ടും ജോലി തരൂ, കൈക്കൂലി തരൂ. അധ്വാനമിച്ഛത്താൽ മദ്യപിച്ചാൽ ലഹരി കിട്ടില്ല എന്ന ദൈവശാസ്ത്രം ഏതു തലച്ചോറിൻ്റെ ബലഹീനതയെന്ന് എല്ലാ തീവണ്ടികളിലും എഴുതി വയ്ക്കൂ. മനുഷ്യർ വായിച്ചു പഠിക്കട്ടെ. ജനൽ അഴികളിൽ കുർബാന വിരിയട്ടെ. ഓടുന്ന കമ്പാർട്ട്മെന്റുകളെ തീവണ്ടിയാക്കി ചെയ്യുന്നവനെ, കൈക്കൂലിയുടെ രസം എനിക്കു തരിക. പെട്ടെന്നാണ് എതിരെ കൂടി മറ്റൊരു തീവണ്ടി അലറിപ്പാഞ്ഞു പോയത്. മുറിഞ്ഞ ചിന്തകൾ തുന്നിച്ചേർക്കാനാകാതെ കണ്ണാടിപ്പുഴയിലെ ഒരു കുട്ടി 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പറഞ്ഞു, അച്ഛാ, എനിക്ക് തീവണ്ടി കാണണം. അച്ഛൻ അവനെ തോളിലേന്തി നടന്നു. കണ്ണാടിപ്പുഴയും വയലുകളും കടന്ന് ദൂരെ എത്തി അവർ കാത്തുനിന്നു. എണ്ണങ്ങളിൽ നിന്ന് എണ്ണങ്ങളായി പെരുകി വാരിയെല്ലുകളെ ഞെരിച്ചു തകർത്ത് പാഞ്ഞ് അലറി അത് എത്തുന്നതും തീരുന്നതും നോക്കി അവർ നിന്നു. അച്ഛൻ ചോദിച്ചു, മോൻ അത് എണ്ണിയോ? അവൻ പറഞ്ഞു, ഇല്ല. അച്ഛൻ പറഞ്ഞു, 100 എണ്ണം. അവന് അത് മനസ്സിൽ കൊണ്ടില്ല, കൊച്ചുകുട്ടിയല്ലേ. വിഷവും ആണ്ടറുതിയും അവനെ വളർത്തി. പേശികൾ തഴച്ചുലഞ്ഞു. ഒരിക്കൽ അച്ഛൻ പറഞ്ഞു, മോനെ, അച്ഛന് അവസാനമായി തീവണ്ടി കാണണം. അവൻ അച്ഛനെ തോളിലേന്തി നടന്നു. പുഴയും തരിശുകളും താണ്ടിക്കടന്ന് ഉയർന്ന എടുപ്പുകളിലൂടെ തിരിഞ്ഞ് നടന്നു ചെന്ന് അവർ കാത്തുനിന്നു. എണ്ണങ്ങളിൽ നിന്ന് എണ്ണങ്ങളായി പെരുകി വാരിയെല്ലുകളെ ഞെരിച്ചു തകർത്ത് പാഞ്ഞ് അലറി അത് എത്തുന്നതും തീരുന്നതും നോക്കി അവർ നിന്നു. അവൻ ചോദിച്ചു, അച്ഛൻ അത് എണ്ണിയോ? അച്ഛൻ പറഞ്ഞു, ഇല്ല. അവൻ പറഞ്ഞു, 100 എണ്ണം. അച്ഛന് അത് മനസ്സിൽ കൊണ്ടില്ല. അച്ഛൻ അല്ലേ. മനസ്സിൽ കൊള്ളാത്ത വഴികളിൽ കൂടി നിത്യം ജീവിതങ്ങൾ പാഞ്ഞു പോകുന്നു. ഞാൻ പ്രാർത്ഥിച്ചു. തകർന്ന പാളങ്ങളിൽ മാത്രമേ നിനക്ക് വിശ്രമിക്കാനാകൂ എന്ന് അമറുന്ന തീവണ്ടികളോട് പറയുന്നവൻ ആരോ അവൻ്റെ വാതിൽ അടയട്ടെ. നല്ല സീറ്റിൽ ചാരിക്കിടന്ന് പതുക്കെ കൈക്കൂലിയിലെ പുണ്യമോർത്ത് ഇനി ഞാൻ ഉറങ്ങട്ടെ.